ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വന്നിട്ടുള്ളത് ഒരു മന്തി റെസിപ്പി ആയിട്ടാണ്. സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് വെച്ചിട്ട് എങ്ങനെ പെട്ടെന്ന് നല്ല ടേസ്റ്റുള്ള മന്തി ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ട സാധനം ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അളവ് പറയാം. ഒരു 12 പേർക്ക് 14 പേർക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഇതാണ്. ആ ഒരു ഗ്ലാസ് അളവിൽ 13 ഗ്ലാസ് എടുക്കുക കേട്ടോ. ഒരാൾക്ക് ഒരു ഗ്ലാസ് എന്ന നിൽക്കാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ ഈ ചിക്കന് ഇതേപോലെ ഒന്ന് ഹോൾ ഇട്ട് കൊടുക്കുക. ഇത് പീസ് കണക്കാക്കിയിട്ട് ചിക്കനാണ്. ഓരോരുത്തർക്ക് 2 പീസ് കണക്കാക്കിയിട്ടാണ് ചിക്കൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അതേപോലെ 5 സവാള എടുത്തിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള ഒന്നല്ല, ചെറുതാണ്. ഇഞ്ചി, ക്യാപ്സിക്കം ഇതൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, അതേപോലെ ഒന്ന് ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുക കേട്ടോ. അതേപോലെ തന്നെ മാഗി ക്യൂബ് വേണം. ഇതിപ്പോൾ എല്ലാവർക്കും ഒരേ കാലം അങ്ങനെ പാക്കറ്റിലാണ് ഇത് വരുന്നത്. എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇപ്പോൾ അവൈലബിൾ ആണ്. അതിനുശേഷം നമ്മൾ ചെയ്ത തക്കാളി, സവാള, ക്യാപ്സിക്കം, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ എന്ത് ചെയ്യുക, ഒരു പാനിലൊക്കെ ഇട്ട് കൊടുക്കുക. കുറച്ച് വലിപ്പമുള്ള പാനായിരിക്കണം. അതിൽ ഈ ഒരു 3 മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട്. ഇത് ആവശ്യമുണ്ടെങ്കിൽ എടുത്താൽ മതി. ഓൾറെഡി നമ്മൾ ചിക്കൻ്റെ ഇത് ഉണ്ടാക്കുകയാണ്, എന്നാലും സ്റ്റോക്ക് ഇറങ്ങുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ മുഴുവനുള്ള കുരുമുളകല്ല ഇട്ട് കൊടുക്കുന്നത്, പൊടിച്ച കുരുമുളകാണ്. അതേപോലെ നല്ല ജീരകം പൊടിച്ചിട്ടില്ല. 1 ടീസ്പൂൺ നല്ല ജീരകം, ഒരു കഷ്ണം പട്ട, അതേപോലെ ഒരു 5-6 ഏലക്കായ, ഗ്രാമ്പു ഇട്ട് കൊടുക്കുക. പിന്നെ അതാ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആണ് മല്ലി. മുഴുവനോടുള്ള മല്ലി 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഇടുമ്പോൾ പ്രത്യേക ഒരു സ്വാദം ഉണ്ടാവും നമ്മുടെ മന്തിക്ക് കേട്ടോ. പിന്നെ കളറാണ് വേണ്ടത്. കുറച്ച് കളർ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് 2 എരിവുള്ള മുളക് പൊടി, അതേപോലെ തന്നെ കാശ്മീരിയും കൂടെ കൂട്ടിങ്ങാണ്ട് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതൊരു നല്ലതുപോലെ ആ ചിക്കന് ഇതിലേക്ക് മാഗ്നേറ്റ് ചെയ്യണം. ഇത് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. റിഫൈൻഡ് ഓയിൽ ഏത് എടുക്കുക, വെളിച്ചെണ്ണ അങ്ങനെ എടുക്കരുത് കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, നല്ലതുപോലെ ഒന്ന് ഇത് മിക്സ് ചെയ്തെടുക്കുക. കളർ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു അത്രയും കളർ വന്നിട്ടുള്ളത്. പിന്നെ കാശ്മീരി റെഡ് ചില്ലി ഇട്ടിട്ടുണ്ട്. നല്ലതുപോലെ എന്ത് ചെയ്യുക, മിക്സ് ചെയ്തെടുക്കുക. പിന്നെ കുറച്ച് ഉപ്പ് നോക്കിയിട്ടാ, ആ മാഗി ക്യൂബിൽ ഉപ്പ് ഉണ്ടാവും, അത് നോക്കിയിട്ട് മാത്രം ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഇനി കുറച്ച് നേരം ഇതിവിടെ ഇരിക്കട്ടെ. 1-2 മണിക്കൂർ എന്ത് ചെയ്യുക, അവിടെ ഒന്ന് മാഗ്നേഷൻ ചെയ്തിരിക്കട്ടെ. അപ്പോൾ കുറച്ച് ടൈം ആയിട്ടുണ്ട്. ഗ്യാസ് കത്തിച്ചിട്ട് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ അടുപ്പത്തും വെക്കട്ടെ. അടുപ്പ് കത്തിച്ചിട്ട് നേരെ നമ്മൾ മൂടിയാണ്ട് വെച്ച് കൊടുക്കുക. ആ ഹോൾ അടച്ചത് ഗ്രാമ്പ് വെച്ചിട്ടാണ്, ഇതിൻ്റെ എയർ പോകാതിരിക്കാനാണ്. പിന്നെ അപ്പുറത്തെ അടുപ്പിൽ ഇതേപോലെ തന്നെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ അരി എടുത്തിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. എൻ്റെ അടുത്ത് മറ്റേ ലെമൺ ഇല്ലായിരുന്നു, ബ്ലാക്ക് ലെമൺ, അത് ഉണങ്ങിയ ചെറുനാരങ്ങ ഇല്ലായിരുന്നു. ഞാൻ പച്ച ചെറുനാരങ്ങ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ കുറച്ച് ഗ്രാമ്പു, പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്, പച്ചമുളക്. നമ്മളെ ചിക്കൻ ഏകദേശം ഒന്ന് തിളച്ച് റെഡി വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഈ ടൈമിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് മല്ലിച്ചപ്പ്, പുതിന ഇട്ട് കൊടുത്തിട്ടില്ല. നമ്മൾ കയ്യിലുള്ള വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണിത്. ഇവരുടെ കയ്യിൽ പുതിന ഇല്ലായിരുന്നു, ചപ്പ് മാത്രം ഉള്ളായിരുന്നു. അപ്പോൾ ആ ചപ്പ് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മല്ലിച്ചപ്പ് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. വേറെ ഒന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണ്ട. ഒരു മന്തി മസാല ഒന്നും ചേർത്തിട്ടില്ല. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു മന്തിയാണ്. അപ്പോൾ ഏകദേശം നമ്മളെ വെള്ളം അവിടെ തിളക്കാനായിട്ടുണ്ട്. കുറച്ച് നേരത്തെ അരി കുതിർത്ത് വെച്ചാണ്. ഞാൻ പറഞ്ഞ 13 ഗ്ലാസ് അരി ഉണ്ട്. ചായ കുടിക്കണ ചെറിയ ഗ്ലാസ്സിലത്തെ കണക്കാണ് പറഞ്ഞിട്ട്. ഒരാൾക്ക് ഒരു ഗ്ലാസ് അരി വേണ്ടി വരും, ചോറ്. ഏകദേശം വെള്ളം നമ്മൾ തിളച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഒന്ന് മുന്തി നിൽക്കണം ഉപ്പ്. നമുക്ക് വെള്ളം ഊറ്റിയെടുക്കാനുള്ളതാണ് ചോറ്. നമ്മൾ നേരത്തെ ഊറ്റി വെച്ച അരി, കഴുകി വെച്ച അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ചെറുനാരങ്ങ ഒന്നും ഒഴിവാക്കിയിട്ടില്ല, ഇതിലേക്ക് ഇടുന്നോട്ടെ. കുഴപ്പമില്ല, കഴിക്കൊന്നുമില്ല കേട്ടോ. അതിൻ്റെ ആ ഒരു പുളി നല്ല രീതിയിൽ എറിഞ്ഞു വരും ചോറിൽ കേട്ടോ. നോക്കുമ്പോൾ ഏകദേശം നമ്മൾ ചിക്കന് ഇപ്പോൾ റെഡി വന്നിട്ടുണ്ട്, വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലിട്ട് ഇങ്ങനെ ഇളക്കുമ്പോൾ ഉടഞ്ഞു പോകും. അത് ഉടയാതിരിക്കാൻ എന്ത് ചെയ്യുക, ഒരു പാത്രത്തിലേക്ക് മാറ്റുക. എല്ലാ പീസും ഇതേപോലെ അതിൻ്റെ
സ്റ്റോക്ക് അവിടെ വെക്കണം. അതേപോലെ നീര് അവിടെ വെച്ചിട്ട് ചാറവിടെ വെച്ചിട്ട് ബാക്കിയുള്ളത് കോരിയെടുക്കുക. കഷ്ണം മാത്രം കോരിയെടുക്കുക. മസാല പെട്ടാലും കുഴപ്പമൊന്നുമില്ല. നല്ല ചൂടായ പാനിലേക്ക് എണ്ണ ഒന്നും ഒഴിക്കണ്ട. ഓൾറെഡി ഇതിൽ നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതുകൊണ്ട് അധികം ഓയിൽ ഉണ്ടാവും. ഇതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കുക. അതായത് അപ്പുറം ഇപ്പുറമായിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഒന്ന് കരിപ്പിച്ചെടുക്കുക എന്നാണ്. ഓൾറെഡി വെന്തതാണ്. തീ കൂട്ടി വെച്ചിട്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്പുറം ഇപ്പുറം ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, അതൊന്ന് ഇങ്ങനെ ഈ ഒരു കളറാക്കി എടുക്കുക കേട്ടോ. ഇങ്ങനെ ആക്കുമ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. അരിപ്പോൾ അത് തിളച്ചിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ച് വേവിക്കുക കേട്ടോ. 3/4 ഭാഗം വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ആ ഇറച്ചിയൊക്കെ ഏകദേശം ഇതേപോലെ ഗ്രില്ലാക്കിയിട്ടുണ്ട്. ബാക്കി ആ സ്റ്റോക്ക് ഉണ്ടല്ലോ, അത് ഇതേപോലെ ഒന്ന് ഒരു പാനിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ആ പാനിൽ തന്നെ കേട്ടോ. നമ്മൾ കോഴി ഇങ്ങനെ ചിക്കൻ ഇങ്ങനെ ഫ്രൈ ആക്കി എടുത്തില്ലേ, ആ പാനിലേക്ക് ഒന്ന് വെറ്റിച്ചിട്ട് മാറ്റി വെക്കുക. അതിനുശേഷം നമ്മൾ ചോറ് വന്നിട്ടുണ്ട്. ഒരു 3/4 ഭാഗത്തിൽ മേലെ വന്നിട്ടുണ്ട്. ഇതൊന്ന് ഊറ്റിയിട്ട് ആ പാനിലേക്ക് ഇട്ട് കൊടുക്കുക. നേരത്തെ ഉണ്ടാക്കി വെച്ച സ്റ്റോക്ക് ഒന്ന് വറ്റിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് ഈ ഒരു ടൈമിൽ ഇതിന് മേലേക്ക് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് ഒരു കുഴി ഉണ്ടാക്കണം. നമുക്ക് ഇവിടെ ഒരു പാത്രം ഇറക്കി വെക്കണമല്ലോ. നമുക്ക് ഒന്ന് പുക കൊള്ളിക്കണമല്ലോ. നമ്മളെ ഈ ഒരു മന്തി എന്ന് പറയുമ്പോൾ അതൊരു സ്മോക്കി ടേസ്റ്റ് ഉണ്ടാവല്. അപ്പം അതിന് വേണ്ടിയിട്ട് ചാർക്കോൾ കത്തിച്ചിട്ട് നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം. ചാർക്കോൾ മേടിച്ചിട്ടില്ല, വീട്ടിലുണ്ടായിരുന്ന കരി കത്തിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ ചിക്കനൊക്കെ ഇതേപോലെ ഇതിൻ്റെ മേലെ പെറുക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതാ കരി കത്തിച്ചിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്മോക്ക് ആകുമ്പോഴത്തേനും എന്ത് ചെയ്യുക, നല്ലതുപോലെ അടച്ച് വെക്കുക കേട്ടോ. നല്ല അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. താങ്ക് യു.